അംഗീകാരം നൽകിയ സ്ഥാപനത്തിന് അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നുള്ള പുതിയ വെളിപ്പെടുത്തലുമായി കർണാടകയിലെ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല. നമസ്കാരം, ഞാൻ MK തോമസ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? കഴിഞ്ഞ കൊല്ലമൊക്കെ അംഗീകാരം കൊടുത്ത കണ്ടിന്യൂഷൻ അഫിലിയേഷൻ കൊടുത്ത ഒരു സ്ഥാപനമാണ്. ഇപ്പം ഒരു പരാതി എന്ന് കഴിഞ്ഞപ്പോൾ അവർ തന്നെ വെളിപ്പെടുത്തി, അവർക്ക് തന്നെ ബോധോദയം ഉണ്ടായി. ഞങ്ങൾ അംഗീകാരം കൊടുത്ത സ്ഥാപനത്തിന് പരാതി പറയുന്ന ബിൽഡിങ്ങോ ആശുപത്രികളോ മറ്റിതര ഫെസിലിറ്റി ഒന്നുമില്ല എന്നുള്ള കാര്യം ഞങ്ങൾ കണ്ടെത്തി. ഉടനെ ഞങ്ങൾ നടപടി എടുത്തോളാം. ഇതാണ് കർണാടകയിലെ സംഭവവികാസങ്ങൾ. ഇതാണ് ഞാൻ നിങ്ങളോടൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഏത് സ്ഥാപനത്തിനെ കുറിച്ചാണെന്ന് പറയട്ടെ? സെൻറ് ആൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, സെൻറ് ആൻസ് കോളേജ് ഓഫ് നഴ്സിംഗ്, മുൾക്കി, മാംഗ്ലൂർ. ഇതിനെപ്പറ്റി കുറേ വീഡിയോകൾ ഞാൻ പറഞ്ഞതാ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു. പിള്ളേരെ മാനേജ്മെൻറ്റ് പ്രധാനമന്ത്രിക്ക് പരാതി കൊടുത്ത വിദ്യാർത്ഥികളെ മാനേജ്മെൻറ്റ് ഭീഷണിപ്പെടുത്തുന്നു, മാനസികമായി പീഡിപ്പിക്കുന്നെന്നൊക്കെ. ഈ സംഭവം കർണാടകയിൽ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. കാരണം കുറേ നാളുകൾക്ക് മുമ്പ് പത്രത്തിൽ വന്ന ഒരു വാർത്തയുണ്ട്. കർണാടക സർക്കാരിൻ്റെ വെളിപ്പെടുത്തൽ കാണാം. അവിടെ ഏതാണ്ട് 650-700 സ്ഥാപനങ്ങൾ, അതിൽ 350 നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നു. അതിന് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് അന്വേഷിക്കാൻ. അന്വേഷണമൊക്കെ എവിടെ ആയി എങ്ങനെയായി എന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഇപ്പോൾ കണ്ടോ, ഈ മംഗലാപുരത്തുള്ള ഒരു സോഷ്യൽ വെൽഫെയർ സംഘടന യൂണിവേഴ്സിറ്റിക്ക് ഒരു പരാതി അയച്ചു. ഈ സെൻറ് ആൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, സെൻറ് ആൻസ് കോളേജ് ഓഫ് നഴ്സിങ്ങിനെയൊക്കെ പറ്റി. ബിൽഡിംഗ് ഇല്ല, അങ്ങനെ പീഡനമാണ്, ക്ലിനിക്കിലില്ല, ആശുപത്രി അടച്ചുപോയി എന്നൊക്കെ പറഞ്ഞൊരു പരാതി അയച്ചു. പരാതിയിൽ തീരുമാനമൊന്നും അന്വേഷണമൊന്നും യൂണിവേഴ്സിറ്റി നടത്തിയില്ലോ എന്നറിയില്ല. ഈ പരാതിയിൽ എന്തു സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി ഈ പരാതി കൊടുത്ത വ്യക്തി തന്നെ ഒരു വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ വെച്ചു. അപേക്ഷ കിട്ടിയ മറുപടിയാണ്, നിങ്ങൾ പരാതി പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്. ഇതാണ് കർണാടകയിലെ നഴ്സിംഗ് പഠനത്തിൻ്റെ സത്യാവസ്ഥ. യൂണിവേഴ്സിറ്റിക്കും അറിയാം. അവരാണ് ഈ നിയമവിരുദ്ധമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നതും ഈ യൂണിവേഴ്സിറ്റിയാണ്. അതാണ് പ്രിയമുള്ളവരെ നിങ്ങളോട് ഞാൻ പറയുന്നത്. പരിശോധിക്കണം വ്യക്തമായി. നിങ്ങളാരും ചെയ്യത്തില്ല. എന്തെങ്കിലും കുഴപ്പമാണോ? ഇതൊരൊറ്റപ്പെട്ട സംഭവമായിട്ട് ആരും തള്ളിക്കളയണ്ട. ഈ സംഭവത്തോടൊപ്പം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞൊരു കാര്യം, 350 നഴ്സിംഗ് കോളേജുകൾ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് സർക്കാരിൻ്റെ തന്നെ വെളിപ്പെടുത്തലുണ്ട്. അതും കൂടെ ഒന്ന് കൂട്ടി വായിക്കണം. എന്നിട്ട് ആലോചിച്ച് കണ്ടുപിടിച്ച് മുമ്പോട്ട് പോവുക. ജാഗ്രത പാലിക്കണം, ഭാവി കളയരുത്. ഈ സെൻറ് ആൻസിൻ്റെ വിഷയം എന്തെല്ലാം സംഭവിക്കും? ഈ 24-25 അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് എന്തെല്ലാം സംഭവിക്കാം? അവരുടെ അംഗീകാരം ക്യാൻസലായി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ആ കുട്ടികൾ പരാതിയായിട്ട് ശക്തമായിട്ട് പ്രധാനമന്ത്രിയൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ അവർ കൊടുത്ത് ഞാനും ഉണ്ട്. ഏതറ്റം വരെ പോകും? ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് നിങ്ങൾ വീണു. ഈ 25-24 അഡ്മിഷൻ നിങ്ങൾ പലരും വീണിരിക്കുകയാണ്, ഇല്ലേ? വിളിക്കുന്നു, ആ കോളേജിലുണ്ട്, ഈ കോളേജിലുണ്ട്, സീറ്റ് തീർന്നു പോവും, അഡ്വാൻസ് ബുക്കിംഗ് ചെയ്ത് പ്രീ ബുക്കിംഗ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വീണിരിക്കുകയാണ് വലയിൽ. നിങ്ങൾക്ക് മോചനമില്ല. ഒരു സംഭവം ഉണ്ടായി, അതിനകത്ത് ഒരു വലിയൊരു വീഴ്ച സംഭവിക്കുമ്പോൾ നിങ്ങൾ അയ്യോ എന്നൊരു വിളി വായിന്ന് വരും. അപ്പോഴത്തേക്കും ഭാവിയും പോയി, പണവും പോയി, സർട്ടിഫിക്കറ്റ് അവൻ്റെ കയ്യിലാവും. ദുരിതങ്ങളും മാത്രം വെച്ചു. പിന്നെ അവിടെ ഓടണം, ഇവിടെ ഓടണം. പരാതി കൊടുത്താലോ ഉടനെ അടുത്ത ഭീഷണിക്കത്ത് വരും. വന്നോ, പൈസ അടച്ചോ, ഇല്ല നിങ്ങളുടെ പേരിലും കേസ് കൊടുക്കുമെന്ന്. ദയവായിട്ട് പോകുന്നവർ എല്ലാം പരിശോധിച്ച് മുമ്പോട്ട് പോവുക. അത്രേ പറയാനുള്ളൂ. താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റൊക്കെ പറയുക. പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.